IPL 2025 മെഗാലയലത്തിൽ രാജസ്ഥാൻ റോയൽസ് ബീഹാറിന്റെ 13-കാരനായ വൈഭവ് സൂര്യവംശിയെ ടീമിലെടുത്തത് ഏവരെയും ഞെട്ടിച്ചിരുന്നു. പല സീനിയർ താരങ്ങൾക്കും ലഭിക്കാത്ത തുകയ്ക്കാണ് കൗമാര താരത്തെ റോയൽസ് ലേലത്തിൽ പിടിച്ചത്. IPL-ൽ കരാർ ചെയ്യപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശി സ്വന്തമാക്കിയിട്ടുണ്ടായി. വൈഭവിനെ ടീമിലെടുക്കാനുണ്ടായ സാഹചര്യങ്ങളും അതിനെ പ്രേരിപ്പിച്ച കാരണങ്ങളും ആദ്യമായി വിശദീകരിക്കുകയാണ് റോയൽസിന്റെ നായകൻ സഞ്ജു സാംസൺ. AB ഡിവിലിയേഴ്സിന്റെ യൂട്യൂബ് ചാനലിലായി അദ്ദേഹവുമായി സംസാരിക്കുകയായിരുന്നു സഞ്ജു. വൈഭവിന്റെ വരവ് ടീമിൽ എന്തോ പ്രത്യേകത കൊണ്ടുവന്നതായി സഞ്ജു പറയുന്നു. ചെന്നൈയിൽ നടന്ന അണ്ടർ-19 ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നത് കണ്ടാണ് റോയൽസ് വൈഭവിനെ നോട്ടമിടുന്നതെന്ന് സഞ്ജു വെളിപ്പെടുത്തി. ഞാൻ അവൻ്റെ ഹൈലൈറ്റുകൾ കണ്ടു. ചെന്നൈയിൽ നടന്ന അണ്ടർ-19 ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് തീരുമാനങ്ങൾ എടുക്കുന്ന രാജസ്ഥാൻ ഗ്രൂപ്പിലെ എല്ലാ ആളുകളും കണ്ടു. അന്ന് അദ്ദേഹം 60-70 പന്തിൽ സെഞ്ചുറി നേടി. അന്ന് കളിച്ച ഷോട്ടുകൾ ഏറെ പ്രത്യേകതയുള്ളതായി തോന്നി. അത്തരത്തിലുള്ള താരങ്ങൾ ടീമിൽ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയെന്നും സഞ്ജു ഡിവിലിയേഴ്സിനോട് പറഞ്ഞു. നിരവധി യുവ പ്രതിഭകളെ കണ്ടെത്തി അവരുടെ കഴിവുകൾ തേച്ചുമിനുക്കിയ പാരമ്പര്യം രാജസ്ഥാൻ റോയൽസിനുണ്ട്. ഇക്കാര്യവും സഞ്ജു പരാമർശിച്ചു. ധ്രുവ് ജൂറൽ, റിയാൻ പരാഗ്, യശസ്വി ജയ്സ്വാൾ എന്നിവരെ ഉദാഹരണമായി സഞ്ജു പറയുകയും ചെയ്തു. പ്രതിഭാധനരായ ആളുകളെ വളർത്തിയെടുത്ത ചരിത്രം റോയൽസിനുണ്ടെന്നും സഞ്ജു വിശദീകരിച്ചു. പ്രതിഭകളെ കണ്ടെത്തി അവരെ ഉന്നത സ്ഥാനത്ത് എത്തിച്ച ചരിത്രം റോയൽസിനുണ്ട്. നന്നേ ചെറുപ്പത്തിൽ RRലേക്ക് വന്ന യശസ്വി ജയ്സ്വാൾ ഉദാഹരണമാണ്. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ റോക്ക് സ്റ്റാർ ആണ്. റിയാൻ പരാഗും ധ്രുവ് ജൂറലും അതുപോലെ തന്നെ. RR അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ കരുതുന്നു. IPL ജേതാക്കളാവുന്നതിനൊപ്പം ഇന്ത്യൻ ക്രിക്കറ്റിന് മികച്ച പ്രതിഭകളെ സമ്മാനിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതിന്റെ ആവേശത്തിലാണ് ഞാൻ എന്നും സഞ്ജു പറഞ്ഞു. 2024 ഒക്ടോബർ ആദ്യത്തിൽ ചെന്നൈയിൽ നടന്ന ഇന്ത്യ അണ്ടർ-19 ടീമും ഓസ്ട്രേലിയ അണ്ടർ-19 ടീമും തമ്മിലുള്ള ടെസ്റ്റ് മത്സരത്തിനിടെയാണ് സൂര്യവംശി ശ്രദ്ധിക്കപ്പെടുന്നത്. തന്നേക്കാൾ പ്രായമുള്ള ബൗളർമാർക്കെതിരെ 13-കാരൻ 62 പന്തിൽ 4 സിക്സറും 14 ബൗണ്ടറികളും ഉൾപ്പെടെ 104 റൺസ് എടുത്തു. മത്സരത്തിൽ മറ്റാരും സെഞ്ചുറി നേടിയിരുന്നില്ല. ഇന്ത്യ 2 വിക്കറ്റിന് വിജയിച്ചു. സൂര്യവംശിയെ പോലുള്ള താരങ്ങൾക്ക് വളർന്നു വരാൻ പറ്റിയ അന്തരീക്ഷമാണ് റോയൽസിലുള്ളതെന്ന് ഹെഡ് കോച്ച് രാഹുൽ ദ്രാവിഡ് IPL ലേലത്തിന് ശേഷം അഭിപ്രായപ്പെട്ടിരുന്നു. സൂര്യവംശി നാഗ്പൂരിലെ RRന്റെ പരിശീലന കേന്ദ്രമായ ഹൈ പെർഫോമൻസ് സെന്ററിൽ എത്തിയിരുന്നുവെന്നും ട്രയൽസിൽ പരിശീലകരെ ആകർഷിച്ചുവെന്നും CEO ജേക്ക് ലൂഷ് മക്രം വെളിപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ഒരു അസാമാന്യ പ്രതിഭയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം ഡിവിലിയേഴ്സിനൊപ്പമുള്ള അഭിമുഖത്തിലെ പല ഭാഗങ്ങളും ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സഞ്ജു ഡിവിലിയേഴ്സിനെ കൊണ്ട് എടാ മോനെ എന്ന് വിളിപ്പിച്ചതും ഏറെ വൈറലായിരുന്നു.